നളചരിതം. കലിനാശനം. സ്വർഗത്തിൽ തിരിച്ചെത്തിയ ഇന്ദ്രാദികൾ കലിയെയും ദ്വാപരനെയും കാണാനിടയായി. ദമയന്തിയുടെ കാര്യം മനസ്സിലാക്കിയ കലി ഉടൻ അലറിക്കൊണ്ട് എടുത്തു ചാടി. ഒപ്പത്തിന് ദ്വാപരനും. മനുഷ്യപ്പെണ്ണ് ഇങ്ങനെ ചെയ്യുകയോ? ദേവന്മാരെ വിഡ്ഢികളാക്കാൻ ഇവൾ ആര്? വരൂ ദ്വാപര, നമുക്ക് ഭൂമിയിലേക്ക് പോകാം. ഇരുവരും നിഷധ രാജ്യത്തിലെത്തി. പക്ഷേ രാജധാനിയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. എങ്ങും ഹോമവും ജപവും ധൂപവും ശങ്കുലിയും ഈശ്വരനാമവും. അവർ കാത്തിരുന്നു. പ്രാർത്ഥനാദി യജ്ഞങ്ങൾക്ക് ഒരു മുടക്കവും കണ്ടില്ല. എന്നിട്ടും കലി 12 കൊല്ലക്കാലം അവിടെ ചുറ്റിപ്പറ്റി നടന്നു. ഒടുവിൽ രാജാവിന്റെ സ്നാനകർമ്മത്തിൽ വന്ന ഒരു പിഴവിന്റെ പഴുതിലൂടെ കലി ദ്വാപരന്മാർ കൊട്ടാരത്തിൽ കടന്നു. രാജാവിന്റെ ബന്ധുവായ പുഷ്കരനെ മോഹിപ്പിച്ചു. രാജ്യം നിനക്ക് തന്നെ. പുഷ്കരൻ നളനെ ചൂതുകളിക്ക് ക്ഷണിച്ചാൽ കളിയിൽ പുഷ്കരനെ ജയിപ്പിക്കുന്ന കാര്യം അവർ ഏറ്റു. പുഷ്കരന് പണയം വയ്ക്കാനുള്ളത് ഒരു കാള മാത്രം. അതാകട്ടെ കലി തന്നെ മായാവേഷമെടുത്തു വന്നതാണ്. ദ്വാപരന്റെ ആത്മാവ് പുഷ്കരൻ നിരത്തുന്ന കരുക്കളിൽ കയറിയിരുന്നു. അങ്ങനെ കളി മുഴുവൻ കള്ളക്കളിയാക്കി. നളന്റെ സ്വത്തുക്കളും രാജ്യവും തന്നെയും പിടിച്ചെടുക്കാൻ പുഷ്കരന് യാതൊരു പ്രയാസവും വന്നില്ല. സത്യനിഷ്ഠയുള്ള രാജാക്കന്മാർ വ്യവസ്ഥ തെറ്റിക്കാറില്ല. നളൻ തീർത്തും ധർമ്മനിഷ്ഠനാണ്. അതിനാൽ രാജ്യം നഷ്ടപ്പെട്ടാലും അദ്ദേഹം സഹിക്കണം. കലി നളന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ചെയ്യുന്നത് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് പിടിയില്ല. സ്വബോധം നശിച്ചു കഴിഞ്ഞ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ നില കണ്ട് ദമയന്തി മാറി നിന്ന് കരഞ്ഞു. മന്ത്രിമാരോട് ആലോചിച്ച ശേഷം മക്കളെ അച്ഛന്റെ അടുത്തേക്ക് വിദർഭ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു. അവരെ കൊണ്ടുപോയത് വാർഷ്ണേയൻ എന്ന തേരാളിയാണ്. കുട്ടികളെ മുത്തച്ഛനെ ഏൽപ്പിച്ച ശേഷം വാർഷ്ണേയൻ അക്കാലത്തെ പ്രസിദ്ധ രാജ്യമായ അയോധ്യയിലെത്തി. ഋതുപർണ രാജാവിന്റെ തേരാളിയായി കഴിഞ്ഞുകൂടി. എല്ലാം നഷ്ടപ്പെട്ട നളൻ ദമയന്തിയുമായി വനത്തിലേക്ക് പോയി. വിശപ്പേറിയപ്പോൾ ചില കിളികളെ പിടിക്കാൻ വേണ്ടി വസ്ത്രം വലയാക്കി വെച്ചു. പക്ഷികൾ വന്ന് ആ മുണ്ട് കൊത്തിക്കൊണ്ടുപോയി. നിന്നെ ശിക്ഷിക്കാൻ വന്നവരാണ് എന്ന് പക്ഷികൾ വിളിച്ചു പറഞ്ഞു. ഉറങ്ങിക്കിടന്ന ഭാര്യയുടെ വസ്ത്രം കീറിയെടുത്തുടുത്ത് കൊണ്ട് കലി ആവേശിച്ച നളൻ ഭ്രാന്തനെ പോലെ ഓരോന്നാലോചിച്ചു. ദമയന്തിയെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നന്ന് എന്ന് തീരുമാനിച്ചു. അവളെ ഏകായിയായി കാട്ടിൽ വിട്ടിട്ട് അർദ്ധരാത്രിയിൽ നളൻ എങ്ങോ പോയി മറഞ്ഞു. ഉറക്കമുണർന്ന ദമയന്തി പ്രിയതമനെ കാണാതെ കരഞ്ഞു. അവൾ ചുറ്റുപാടും തിരഞ്ഞു. തന്റെ വസ്ത്രത്തിന്റെ പകുതി കീറിയെടുത്തിരിക്കുന്നതായി അവൾ മനസ്സിലാക്കി. നളൻ തന്നെ ഉപേക്ഷിച്ചു പോയത് തന്നെ ദമയന്തി തീർച്ചയാക്കി. നളനെ തേടി നടന്ന് അവളെ ഒരു പെരുമ്പാമ്പ് പിടികൂടി. അലർച്ച കേട്ട് ഓടിയെത്തിയ കാട്ടാളൻ അവളെ രക്ഷപ്പെടുത്തി. തന്റെ കൂടെ പോരണമെന്നായി അയാൾ. അവൾ തന്റെ കഥ പറഞ്ഞു. അയാൾ അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ദമയന്തി കാട്ടാളനെ ശപിച്ചു. അയാൾ നിലം പതിച്ചു. ദമയന്തി ധൈര്യത്തോടെ വനത്തിൽ അലഞ്ഞു തുടങ്ങി. അവൾ നടന്നു നടന്ന് ചേതിരാജ്യത്തെത്തി. താൻ ആരെന്ന് വെളിപ്പെടുത്താതെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന് പരിചയപ്പെടുത്തി സംരക്ഷണത്തിന് അപേക്ഷിച്ചു. രാജഭക്തി തന്റെ മകൾ സുനന്ദയുടെ തോഴിയാവാൻ ദമയന്തിയെ അനുവദിച്ചു. നളൻ അലഞ്ഞു നടക്കുകയാണ്. തന്നെ തന്നെ അയാൾ ശപിക്കും. ദമയന്തിക്ക് ആപത്തൊന്നും വരുത്തല്ലേ എന്ന് ഇടയ്ക്ക് പ്രാർത്ഥിക്കും. വിധിയെയും പഴിക്കും. പെട്ടെന്നാണ് കാട്ടിലൊരിടത്തു നിന്ന് ഒരു നിലവിളി കേട്ടത്. നളൻ അവിടെ എത്തി. കാട്ടുതീ എരിയുന്നു. അതിനുള്ളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് കരച്ചിൽ. നളനെ കണ്ട് കാട്ടിനുള്ളിൽ കിടന്ന സർപ്പം പറഞ്ഞു, നാരദനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്. എന്റെ പേര് കാർക്കോടകൻ. എന്നെ രക്ഷിക്കൂ. നളൻ കാട്ടുതീയുടെ ഉള്ളിൽ പ്രവേശിച്ച് കാർക്കോടകനെ പുറത്തു കൊണ്ടുവന്നു. സർപ്പം നളനെ ഒരു കൊത്ത്. സുന്ദരനായ നളൻ കറുത്ത് വികൃത രൂപനായി. അയാൾക്ക് സങ്കടം വന്നു. സർപ്പം അയാളോട് പറഞ്ഞു, പേടിക്കേണ്ട രാജാവേ, താങ്കൾക്ക് ഇത് കഷ്ടകാലമാണ്. അത് തീരും വരെ ആളറിയാതിരിക്കാനാണ് ഈ രൂപമാറ്റം എന്ന് കരുതുക. നിന്റെ ശത്രു കലിയാണ്. അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിന്റെ വിഷം എന്റെ വിഷം ആ കലിയെ ക്രമേണ ദഹിപ്പിച്ചുകൊള്ളും. നീ അയോധ്യയിൽ പോയി ഋതുപർണ രാജാവിനെ കാണുക. രാജാവ് നിനക്ക്
അക്ഷഹൃദയ മന്ത്രം ഉപദേശിച്ചു തരും. ആ നിമിഷം കലി പൂർണ്ണമായി നിന്നെ വിട്ട് പോകും. നിനക്ക് ദമയന്തിയെയും രാജ്യത്തെയും വീണ്ടെടുക്കാൻ കഴിയും. ഇതാ ഈ വസ്ത്രം എന്നെ വിചാരിച്ച് ധരിക്കുമ്പോൾ നിനക്ക് പഴയ രൂപം കിട്ടും. ധൈര്യമായി പോവുക. കാർകോടകൻ അപ്രത്യക്ഷനായി. നളൻ ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിലെത്തി. ഋതുപർണ രാജാവ് ബാഹുകനെ കൊട്ടാരത്തിൽ ജോലിക്കാരനാക്കി. പാചകം ചെയ്യുന്നതിലും കുതിരകളെ പരിചരിക്കുന്നതിലും തേരോടിക്കുന്നതിലുമെല്ലാം അതിസമർത്ഥനാണ് ബാഹുകൻ. തന്റെ പഴയ സാരഥി വാർഷ്ണേയൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന കാര്യം ബാഹുകൻ അറിഞ്ഞിരുന്നില്ല. ഇതിനിടെ ഭീമരാജാവ് നളനെയും ദമയന്തിയെയും കണ്ടുപിടിക്കാൻ നാനാ ദിക്കുകളിലേക്കും ബ്രാഹ്മണരെ അയച്ചു. സുദേവൻ ചേതിരാജ്യത്തെത്തി ദമയന്തിയെ കണ്ടുമുട്ടി. ചേതിരാജ്ഞി അവരുടെ സഹോദരി പുത്രിയാണ് ദമയന്തി. വിവരം മനസ്സിലാക്കിയ ചേതിരാജാവും പത്നിയും സുദേവനെയും ദമയന്തിയെയും സന്തോഷത്തോടെ യാത്രയാക്കി. ഭീമരാജാവ് പറഞ്ഞയച്ച പർണാദൻ ഋതുപർണ രാജധാനിയിലെത്തി. അടയാളവാക്യങ്ങൾ കൊണ്ട് നളനെ തിരിച്ചറിഞ്ഞു. ദമയന്തിയുടെ നിർദ്ദേശപ്രകാരം സുദേവൻ ഋതുപർണ രാജധാനിയിലെത്തി. ദമയന്തിയുടെ രണ്ടാം സ്വയംവരം പിറ്റേന്ന് നടക്കുന്നതായ വാർത്ത അറിയിച്ചു. ദമയന്തിയിൽ ആഗ്രഹമുള്ള ഋതുപർണൻ അശ്വഹൃദയവിദ്യ വശമുള്ള ബാഹുകനെ വിളിച്ച് യാത്രയ്ക്കൊരുങ്ങാനും തേര് തെളിക്കാനും കൽപ്പിച്ചു. ദമയന്തിയുടെ രണ്ടാം സ്വയംവരത്തിന്റെ വാർത്ത കേട്ട് ബാഹുകൻ ദുഃഖത്തിലായി. നളൻ ഋതുപർണന്റെ സാരഥിയായി. ബാഹുകനെ കഴിവിൽ സന്തുഷ്ടനായി അദ്ദേഹം ഋതുപർണന് അക്ഷഹൃദയ മന്ത്രം ഉപദേശിച്ചു. പകരം ബാഹുകൻ ഋതുപർണന് അശ്വഹൃദയ മന്ത്രവും ഉപദേശിച്ചു. അതോടെ നളന്റെ ഉള്ളിലെ കലി പുറത്തായി. ദമയന്തിയുടെ സൂത്രം ഫലിച്ചു. നളൻ തിരിച്ചെത്തി. ഒപ്പം വാർഷ്ണേയനുമുണ്ട്. രഥഘോഷം കേട്ടപ്പോഴേ നളന്റെ വരവ് ദമയന്തിക്ക് മനസ്സിലായി. രാജധാനിയിൽ സ്വയംവരത്തിനുള്ള ഒരുക്കമൊന്നും കാണാഞ്ഞ് ഋതുപർണന് സംശയമുണ്ടായി. ദമയന്തിയും ബാഹുക വേഷം കണ്ട് നളൻ തന്നെയോ എന്ന് സംശയിച്ചു. ഒരു പകൽ കൊണ്ട് അയോധ്യയിൽ നിന്ന് അശ്വവേഗേന കുണ്ടീനത്തിലെത്താൻ നളനെ കഴിയൂ. അവൾ തീർച്ചയാക്കി. അതുകൊണ്ടാണ് പിറ്റേന്ന് സ്വയംവരം എന്ന സൂത്രം പ്രയോഗിച്ചതെന്ന് അവൾ നളനോട് പറഞ്ഞു. കാർകോടകൻ നൽകിയ വസ്ത്രമെടുത്ത് ബാഹുകൻ നളന്റെ സുന്ദര രൂപം കൈക്കൊണ്ടു. വിവരങ്ങൾ മനസ്സിലാക്കിയ ഭീമരാജാവിനും പത്നിക്കും നാട്ടുകാർക്കും സന്തോഷമായി. നളന്റെയും ദമയന്തിയുടെയും പുനഃസമാഗമ ഉത്സവ ലഹരിയിൽ ഋതുപർണനും പങ്കുകൊണ്ടു. നളൻ പുഷ്കരനും മാപ്പു നൽകി. നളനും ദമയന്തിയും മക്കളും നിഷധപുരിയിലെത്തി. നളൻ രാജ്യഭരണമേറ്റു. ജനങ്ങളും സന്തോഷിച്ചു. ഇതുപോലെ നിങ്ങൾക്കും നല്ല കാലം വരും. അന്ന് ഈ ദുഃഖമെല്ലാം മാറും. ബൃഹദശ്വൻ പറഞ്ഞു നിർത്തി. ബൃഹദശ്വൻ യുധിഷ്ഠിരന് അശ്വഹൃദയവും അക്ഷഹൃദയവും ഉപദേശിച്ചു കൊടുത്തു. പാണ്ഡവരെ അനുഗ്രഹിച്ച് മുനി യാത്രയായി.